നമസ്കാരം. സതീശിൻ്റെ എതിർപ്പിന് പുല്ലുവില നൽകി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. നിയമസഭയിലെത്താൻ നിയമപരമായി അനുവാദമുള്ള രാഹുലിൻ്റെ വരവിനെ ഭരണപക്ഷവും കാര്യമായി എതിർത്തില്ലെന്നാണ് അവിടുത്തെ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ MLA തടഞ്ഞെങ്കിലും അതിലൊന്നും പ്രതിഷേധത്തിൻ്റെ ഒരു ധ്വനിയും കണ്ടില്ല. നിയമസഭയിലെത്തിയ രാഹുലിനെ പിന്തുണച്ച KPCC പ്രസിഡന്റ് നിലപാടും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. രാഹുലിൻ്റേത് ഒരു മാസ് എൻട്രി ആയിരുന്നു. രാഹുലിന് നിയമസഭയിലെത്താൻ ധാർമ്മികമായി അനുവാദമില്ലെന്നൊക്കെ ഒരു പെരിയ സഖാവ പ്രസ്താവിക്കുന്നത് കേട്ടു. സ്വന്തം കൂട്ടത്തിൽ ഇതും ഇതിലപ്പുറവും ചെയ്ത എത്ര പേരാണ് ഇന്നും സുഖിച്ചു വാഴുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമാണ്. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തിടത്തോളം രാഹുൽ എങ്ങനെയാണ് പ്രതിയായി മാറുന്നത്? ഇതെല്ലാം കൃത്യമായി അറിഞ്ഞാണ് രാഹുലിൻ്റെ കളി. തനിക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം പുറത്തു വന്ന ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടം അവന്തിക നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ മുനയാണ് ഓടിച്ചത്. അതേസമയം ശബ്ദ സന്ദേശത്തെപ്പറ്റി അന്ന് രാഹുൽ ഒരക്ഷരം മിണ്ടിയില്ല. ഇന്നും മാധ്യമപ്രവർത്തകരോട് അന്വേഷണത്തിൻ്റെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതിനാൽ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ താൻ ചില കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടു എന്ന വാർത്ത തെറ്റാണെന്ന് പറയാനും രാഹുൽ മടിച്ചില്ല. സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പങ്ങൾക്ക് വഴിമരുന്നിടുന്നതാണ് ഇന്നത്തെ രാഹുലിൻ്റെ മാസ് എൻട്രി. അതെങ്ങനെയാവുമെന്നറിയാൻ കാത്തിരിക്കയില്ലാതെ മാർഗമില്ല. ഇന്ന് നിയമസഭയിൽ എത്താതിരുന്ന ഷാഫി പറമ്പിലിൻ്റെ നിലപാടും ഏറെ സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. നിയമസഭയിലും KPCC യോഗത്തിലും എത്താതിരിക്കുന്ന ഷാഫി പാർട്ടിക്ക് വലിയൊരു തലവേദനയാകുമോ എന്ന് കണ്ടറിയണം. രാഹുലിൻ്റെ മിന്നൽ നീക്കങ്ങൾക്ക് പിന്നിൽ ഷാഫിയുടെ ബുദ്ധിയുണ്ടെന്ന് കരുതുന്നവരാണ് ഏറെ. മൗനത്തിൻ്റെ ആത്മീകം പൊളിച്ച് ഇനി രാഹുൽ ഇറങ്ങുന്നത് ഒരുപക്ഷെ പാലക്കാട്ടേക്കാവാം.